ഇതുപോലെ നിങ്ങൾക്കും വ്യത്യസ്തമായ ലോഗോകൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ചാനലിന് വേണ്ടിയോ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്കും നിർമ്മിക്കാൻ സാധിക്കും. അത് ഡിഫറെൻ്റ് രീതികളിൽ. നമുക്കറിയാം, പ്ലേ സ്റ്റോറിൽ ഇൻട്രോ മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. പക്ഷെ അതിലൊക്കെ നല്ല പ്രൊഫഷണലായിട്ട് നമുക്ക് ലോഗോ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും, പ്രീമിയം പർച്ചേസൊക്കെ ചെയ്യേണ്ടി വരും. എന്നാൽ ഈ ആപ്ലിക്കേഷൻ അങ്ങനെയല്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മളെ ഇഷ്ടത്തിന് ഓരോ ലോഗോയും നമ്മളെ ഇഷ്ടത്തിന് അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കും. അതിൻ്റെ ഇഷ്ടത്തിന് നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ചെയ്യാനും എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ചിലപ്പോൾ ആപ്പ് എന്നോ കൊടുത്തിരിക്കും. എന്തായാലും ഡിസ്ക്രിപ്ഷൻ്റെ മുകളിൽ ബ്ലൂ നിറത്തിലൊരു ലിങ്ക് ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നതിനും ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം എൻ്റെ ചാനലിൻ്റെ ബില്ലിലേക്കുള്ള കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാളെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുക. ഇവിടെ എല്ലാ ലോഗോയും ഉണ്ട്. ഇവിടെ എല്ലാം ഫ്രീ ആണ്. ഇവിടെ നമുക്ക് ഡയമണ്ടിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷനിൽ പർച്ചേസ് ഒന്നും സാധനമില്ല. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആഡ് കണ്ടാൽ മതി. അത് ഫ്രീ ആയിട്ട് തന്നെ വന്നോളൂ. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഒരു ലോഗോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രിയേറ്റ് എന്ന ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാം. ഇവിടെ എഡിറ്റ് ലോഗോ, നിങ്ങൾക്ക് വല്ല ലോഗോയും ഫോട്ടോ വല്ലതും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ലോഗോ കൊടുത്തതിന് ശേഷം ചെയ്താൽ മതി. മ്യൂസിക്കോ ഫോട്ടോ വല്ലതും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ലോഗോ കൊടുത്തതിന് ശേഷം ഗാലറി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഫോട്ടോ തന്നെ ആയിക്കോട്ടെ, ഈ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു, ശേഷം റൺ കൊടുക്കുന്നു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. കണ്ടില്ല, 4 പേര് അടങ്ങുന്ന ഫോട്ടോയും അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ടെസ്റ്റാണ് കൊടുക്കേണ്ടതെങ്കിൽ ടെസ്റ്റ് കൊടുക്കുക. ഇവിടെ ഞാൻ ഇപ്പോൾ ടെസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എഡിറ്റ് ടെസ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ എഴുതേണ്ടത് അത് എഴുതുക. ഇപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് ദേവഹരി MK എന്നും കൂടെ എഴുതുക. ഇവിടെ ഞാൻ ടിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ കൊടുത്ത ടെസ്റ്റും ആ ഫോട്ടോയും അടങ്ങുന്ന ഇതിൽ വന്നിട്ടുണ്ട്. ചില ലോഗോയിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇവിടെ ക്രോപ്പൊക്കെ ചെയ്യേണ്ട ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കിവിടെ മ്യൂസിക്കും വേണമെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ എന്തെങ്കിലും ഒരു മ്യൂസിക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ഈ മ്യൂസിക് മാറ്റിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ശകലം ഒന്ന് സൗണ്ട് വെച്ച് തരാം. ഇതാണിതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കിത് മേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് മേക്കിംഗ് കൊടുത്താൽ മതി. ഇത് ഫുള്ളാകുമ്പോഴത്തേക്കും നിങ്ങളുടെ നെറ്റ്വർക്ക് അനുസരിച്ച് ഇത് ഫുള്ളാകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഗാലറിയിലോട്ട് ഈ ലോഗോ ഓട്ടോമാറ്റിക്കലി സേവ് ആവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആൾക്കാരൊക്കെ എഡിറ്റ് ചെയ്യും പോലെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ ആടുള്ള ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒരാഡ് കണ്ടാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ സൗണ്ട് കുറയ്ക്കുകയാണ്, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. മാച്ച് നൗ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ആഡ് ചെറുതായിട്ടൊന്ന് കണ്ടാൽ മതി. സ്കിപ്പ് അടിക്കരുത്. അപ്പോൾ നിങ്ങൾ ആഡ് കണ്ടാൽ നിങ്ങൾക്ക് ഈ ലോഗോ അതുപോലെ തന്നെ കിട്ടുന്നതാണ്. ഇവിടെ പെർസെൻറ്റേജ് കാണിക്കും. നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ച് അത് പെട്ടെന്ന് തന്നെ ആവും.
പ്രസൻറ്റ് ചെയ്യുകയാണെന്ന് കഴിഞ്ഞാൽ ക്രിയേറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഇത് 100 ആകുന്നത് വരെ കാത്തിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നേരത്തെ പോലെ തന്നെ ചിലപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പരസ്യങ്ങൾ നമുക്കുണ്ടാകും. നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനായിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഓപ്ഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ യുവർ ടെസ്റ്റ് എന്ന ഓപ്ഷനും ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാത്തിലും ടെസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ സ്റ്റാർട്ട് മേക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ നിങ്ങളെ ഗാലറിയിലോട്ട് നിങ്ങൾ മാറ്റം വരുത്തിയ ലോഗോ നിങ്ങൾക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളെ യൂട്യൂബ് ചാനലിലോ വാട്സപ്പ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പ്രീമിയം പർച്ചേസും ചെയ്യാതെ പ്രൊഫഷണലായിട്ട് ഒക്കെ നിങ്ങളുടെ ചാനലിന് വേണമെങ്കിൽ എന്തിനു വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി നിങ്ങൾക്ക് ലഭിക്കുക. ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും KJoys എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് നിങ്ങൾ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ ബ്ലൂ നിറത്തിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഇതിന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.